അമ്പാടി, ആ കല്ല് താഴെയിട്. അമ്പാടി കുഞ്ഞു പല്ലുകൾ കാട്ടിച്ചിരിച്ചു. മുറ്റത്ത് നിന്ന് കല്ല് പിടിച്ചെറിയുന്നത് പോലെ നിൽക്കുവാണ് അമ്പാടി. തുമ്പി ഒരു ഭാഗത്ത് മണ്ണും ഇലയും കൂട്ടി കളിക്കുന്നു. രണ്ടുപേരെയും നോക്കി ഗായത്രി ഒരു വഴിക്കായി. ഗായത്രിയുടെ കണ്ണ് തെറ്റിയ നേരം കൊണ്ട് അമ്പാടി അത് ജനലിലേക്ക് എറിഞ്ഞു. ഗായത്രി തലയിൽ കയ്യും വെച്ച് നിന്നു. ശബ്ദം കേട്ട് വന്ന വാസുകയുടെയും അമ്പാടിയുടെയും ചിരിയും നിൽപ്പും കണ്ട് ചിരിച്ചുപോയി. ആ നേരം മുറ്റത്ത് വന്നു നിന്ന കാർ കണ്ടതും അടുത്ത് എറിയാൻ നിന്ന കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ട് അമ്പാടി അങ്ങോട്ട് ഓടി. പുറകിൽ തുമ്പിയും. രണ്ടുപേരെയും രണ്ടു കൈകളിൽ എടുത്തുകൊണ്ട് അർജുൻ അവരെ കളിപ്പിച്ചു. അച്ഛൻ്റെ കുറുമ്പൻ ഇന്ന് എത്ര ചില്ല് പൊട്ടിച്ചു? അർജുൻ ചോദിച്ചപ്പോൾ അമ്പാടി വേഗം അവൻ്റെ തോളിൽ കിടന്നു. അവരുടെ അടുത്തേക്ക് വന്നു ഗായത്രി. തുമ്പിമോളുടെ ദേഹത്ത് അഴുക്കുണ്ടേട്ടാ, അവളെ എങ്ങുത്താ. നീ പോടി, എൻ്റെ മോളുടെ മണ്ണ് എൻ്റെ ദേഹത്തായിക്കോട്ടെ. നീ അലക്കാനുണ്ടല്ലോ. അല്ലടി വാവാച്ചി. തുമ്പിയുടെ കവളിൽ ഉമ്മ കൊടുത്തു അർജുൻ പറയുമ്പോൾ അമ്പാടി കുറുമ്പോടെ അർജുൻ്റെ മുഖത്ത് ബലമായി പിടിച്ച് ഉമ്മ കൊടുത്തു. അച്ഛൻ്റെയും മക്കളുടെയും കാട്ടലുകൾ കണ്ടു ഗായത്രി അത് നോക്കി നിന്നു. അവരെ മേൽ കഴുകി ഗായത്രി അർജുനെയും വാസുകയെയും ഏൽപ്പിച്ചു. ഗായത്രി ജോലിയെല്ലാം കഴിഞ്ഞു ഹാളിൽ വരുമ്പോൾ അച്ഛനും മക്കളും കൂടെ നല്ല കളിയായിരുന്നു. കൂടെ അച്ഛനും അച്ഛമ്മയും ഉണ്ട്. അവരുടെ നടുക്കിരുന്ന് അവരുടെ ഭാഷയിൽ ഓരോന്ന് പറയുന്ന തൻ്റെ കൺമണികളെ നോക്കി ഗായത്രി ഒരു നിമിഷം നിന്നു. തൻ്റെ ഭാഗ്യമാണ് ഈ കുടുംബം. പൊന്നുപോലെ നോക്കുന്ന അച്ഛനും അമ്മയും, സ്നേഹം കൊണ്ട് മൂടുന്ന ഭർത്താവ്, കൂടപ്പിറപ്പ് പോലെ കണ്ട കൂട്ടുകാരിയും അടുത്ത്, ഒപ്പം ദൈവം തന്ന രണ്ട് നിധികളും. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച ഗായത്രി അവരുടെ കളിച്ചിരിയിൽ കൂടി. തുമ്പി ഉറങ്ങിക്കഴിഞ്ഞു. അമ്പാടി ഉറക്കുകയായിരുന്നു ഗായത്രി. ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന അർജുൻ അത് കണ്ട് അവരെ നോക്കി. അമ്പാടി ഉറങ്ങാതെ ഇരിക്കാൻ ഓരോരോ കുറുമ്പുകൾ കാണിക്കുമ്പോൾ ഗായത്രി അവനെ കിടത്താൻ പാടുപെടുകയായിരുന്നു. അർജുൻ അവരുടെ അടുത്ത് പോയി കിടന്നു. ദേ നോക്കേട്ടാ, ഇവൻ ഇന്നും 12 മണി വരെ കളിക്കും. ഇവൻ കാരണം മനുഷ്യൻ ഓഫീസിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുക. പറയുന്നത് കേട്ടാൽ തോന്നും നിങ്ങളാണ് എന്നും ഇവനെ ഉറക്കുന്നതെന്ന്. അതല്ലടി, ഇവൻ ഉറങ്ങിക്കഴിഞ്ഞ് വേണം നിന്നെ ഒന്ന് കിട്ടാൻ. അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോകും. എത്ര ദിവസമായി? അർജുൻ അവളുടെ നേരെ മുഖം കൊണ്ടുവന്നതും അമ്പാടി അവരുടെ ഇടക്ക് കയറിയിരുന്നു. അത് കണ്ടു ഗായത്രി പൊട്ടിച്ചിരിച്ചു. മോനെ, എത്ര ദിവസമായി? അച്ഛൻ പട്ടിണിയാണെന്നറിയോ? ഇന്നെങ്കിലും ഒന്ന് നേരത്തെ ഉറങ്ങടാ. അമ്പാടി മോണ കട്ടി ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് തലയാട്ടി. അർജുൻ അവനെ തോളിൽ ഇട്ട് ഉറങ്ങുന്നു നോക്കി. ഗായത്രി ചുമരിൽ ചാരിയിരുന്ന് ഉറങ്ങിപ്പോയി. അമ്പാടിയെ ഉറക്കി അർജുൻ ഗായത്രിയെ നോക്കുമ്പോൾ അവൾ ഉറങ്ങുന്നത് കണ്ടു. അവൻ മോനെ തുമ്പിമോളുടെ അടുത്ത് കിടത്തി. ഗായത്രി ഒന്ന് നോക്കി ലൈറ്റ് ഓഫ് ചെയ്തു ബാൽക്കണിയിൽ പോയി നിന്നു. കുറച്ചു കഴിഞ്ഞു അവൻ്റെ വരൽ ചുറ്റിപ്പിടിച്ചതും അർജുൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. നീ ഉറങ്ങിയില്ലേ? ഗായത്രി ഇല്ല എന്ന് തലയാട്ടി. അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു. അവളെ പൊതിഞ്ഞു പിടിച്ചു. ആ ഇളം കാറ്റിൽ അവർ നിന്നു. അവളുടെ മുടിയകൾ അവൻ്റെ മുഖത്ത് വീണു. അവൾ അവൻ്റെ മുന്നിലേക്ക് നിർത്തി അവളുടെ മുഖത്തേക്ക് മുഖം ചേർത്തതും ഗായത്രി നാണത്താൽ മുഖം പൊത്തി. അവളുടെ കൈകൾ മാറ്റി അവളുടെ പുറകിലേക്കാക്കി അവളോട് കൂടുതൽ ചേർന്ന് നിന്നു. കുട്ടികളായിട്ടും നിന്റെ നാണം ഇതുവരെ മാറിയില്ലേടി? ഏട്ടാ, കൈ വേദനിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ദിവസം ഒരു വേദനയും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് നീ കുറച്ച് വേദന സഹിക്കണം മോളെ. അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അർജുൻ മുറിയിലേക്ക് കയറി. ബെഡിൽ കിടത്തി അവളിലേക്ക് അവൻ്റെ സ്നേഹം ഒഴുകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ പ്രണയം നിറഞ്ഞിരുന്നു. ചുംബനങ്ങളും നിശ്വാസങ്ങളും എല്ലാം ഒന്നായി മാറുന്ന രാത്രികൾ. രണ്ടുപേരും പരസ്പരം മത്സരിച്ച് സ്നേഹിച്ചു. ഒടുവിൽ കിതപ്പോടെ വീർത്തൊട്ടി കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ ഉള്ളിൽ വീണ്ടും ഒന്നാണമെന്ന വെമ്പൽ മാത്രം. അവരുടെ ആയങ്ങളിൽ അലിഞ്ഞുകൊണ്ടു അവൻ അവളിൽ നിന്നും മാറുമ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഗായത്രി, അടുത്തത് എപ്പോഴാ? എന്ത് അല്ല, അമ്പാടിക്കും തുമ്പിക്കും ഒരു കൂട്ട്. ദേ നിങ്ങളെ ഞാൻ. അവർക്ക് കൂട്ട് അവർ തന്നെ ഉണ്ട്. അവരെ തന്നെ നോക്കാൻ ഞാൻ പാടുപെടുക. അമ്പാടി മാത്രമല്ലേ ഇത്തിരി കുറമ്പുള്ളൂ. പോരെ, ഇന്നുകൂടെ കൂട്ടി എത്ര ചില്ലുടച്ചു. വീട്ടിൽ ജോലിക്ക് വന്ന സ്ത്രീയെ വടികൊണ്ട് അടിക്കാൻ പറഞ്ഞ് അവർ പോയി. ആരെങ്കിലും വന്നാൽ കല്ലെടുത്തെറിയും. പോരാത്തതിന് കണ്ണ് തെറ്റിയ തുമ്പിയെ കടിക്കുകയും പിച്ചുകയും. നിനക്ക് അവനെ നോക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ? ഏട്ടന് രാവിലെ പോയാൽ രാത്രി വന്നാൽ മതിയല്ലേ? എന്നാലേ മോളെ, നിനക്ക് അങ്ങനെ തന്നെ വേണ്ടേ? എന്തായിരുന്നു നിന്റെ അഹങ്കാരം? എന്നെ വേണ്ട എന്ന് പറഞ്ഞ് നീ പോയി. ഞാൻ എല്ലാം പറഞ്ഞു നിന്റെ പുറകിൽ എത്ര നടന്നു. എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിയതിന് ദൈവം തന്നതാണ് നിനക്ക്. ആയിക്കോട്ടെ, എനിക്കാരുടെയും സഹായം വേണ്ട എൻ്റെ മക്കളെ നോക്കാൻ. അങ്ങ് മാറിക്കിടന്നേ. അർജുനൻ ദേഹത്ത് നിന്നും മാറ്റിക്കിടത്തി ഗായത്രി തിരിഞ്ഞു കിടന്നു. അർജുൻ ചിരിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ഗായത്രി അവനെ നോക്കാതെ തന്നെ കിടന്നു.
അവളുടെ പിൻകഴുത്തിൽ അടിക്കുന്ന അവൻ്റെ ശ്വാസം അവളെ കിളിപ്പെടുത്തി. ഡീഡി പെണ്ണെ, ഞാൻ വെറുതെ പറഞ്ഞതാണുണ്ടി. എന്നോട് മിണ്ടണ്ട. ഞാൻ മിണ്ടും. ഒന്ന് തിരിഞ്ഞു കിടക്കടി. നമുക്ക് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ? എനിക്കറിയാം നിങ്ങളുടെ ഭാവി. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എനിക്ക് തീരെ ഉറക്കം വരുന്നില്ല. അർജുൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുകളിൽ കയറി കിടന്നു. ഗായത്രി അവനെ ദേഷ്യത്തിൽ നോക്കി. ഇങ്ങനെ നോക്കുമ്പോഴുണ്ടല്ലോ, ആ നോട്ടം എൻ്റെ ഹൃദയത്തിലാണ് കൊള്ളുന്നത്. അപ്പോൾ എനിക്ക് പലതും തോന്നും. അർജുൻ അവളുടെ കവിളിൽ ചുണ്ടുകൾ ചോർക്കുമ്പോഴേക്ക് ഗായത്രിയുടെ പിണക്കവും എങ്ങോ പോയിരുന്നു. അവരുടെ പിണക്കത്തിന് ആ ഒരു ചുംബനത്തിൻ്റെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ സ്നേഹത്തിൽ അലില്ലാതാവുന്ന കുഞ്ഞു പിണക്കങ്ങളും സ്നേഹവും പ്രണയവും കൊണ്ട് മൂടുന്ന സ്നേഹവുമായി അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മാളവിനും ഹരിക്കും ഒരു പെൺകുഞ്ഞു കൂടെ പിറന്നു. ഒപ്പം ജോണിൻ്റെയും സുധിയുടെയും വിവാഹം കഴിഞ്ഞു. ആ കൂട്ടുകാർ ഒരിക്കലും പിരിയാതെ കുടുംബവും സൗഹൃദവും മുന്നോട്ട് കൊണ്ടുപോയി. ഇന്നവർ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നു. എന്താണെന്നറിയുമോ? ഇന്നാണ് വിനുവിൻ്റെ വിവാഹം. അവന് മാത്രം പെണ്ണ് കിടത്താൻ കുറച്ച് വൈകി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒന്നിനടിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ പാർട്ടിയായിരുന്നു. വലിയ ഓഡിറ്റോറിയത്തിലായിരുന്നു പാർട്ടി. അർജുൻ്റെ കുടുംബവും എല്ലാവരും ഉണ്ടായിരുന്നു. അർജുൻ അമ്പാടിയുടെ പുറകിൽ ഓടുന്നത് കണ്ട് ജോൺ ചിരിച്ചു. അജു, നന്നായി. ഡാ വേണ്ട, നീയും ഓടാൻ കിടക്കുന്നതേ ഉള്ളൂ മോനെ. എന്തായാലും നീ ഓടുന്നത്ര വരില്ല. നിനക്ക് 2 സൈഡിലേക്ക് ഓടണ്ടേ? അതിന് ജോണെ, നീ തുമ്പിയെ നോക്ക്. അവൾ ഗായത്രിയെ പോലെ പാവമാണ്. കണ്ടോ, അമ്മയുടെ അടുത്ത് തന്നെ. സുധി പറഞ്ഞത് കേട്ട് ജോൺ അങ്ങോട്ട് നോക്കുമ്പോൾ ഗായത്രിയും ആളവും ഒപ്പം ജോണിനെയും സുധിയുടെയും ഭാര്യമാരും എല്ലാം ഇരിക്കുന്നത് കണ്ടു. അതിൻ്റെ അടുത്ത് തന്നെ മാളുവിൻ്റെ മോൾക്കൊപ്പം കളിക്കുകയായിരുന്നു തുമ്പി. അർജുൻ എങ്ങനെയൊക്കെ അമ്പാടിയെ പിടിച്ചൊതുക്കി കൊണ്ടുവന്ന് വാസുകിയുടെ അടുത്താക്കി. ജോണിൻ്റെ അടുത്ത് വന്നിരുന്നു. അവൻ്റെ കിതപ്പ് കണ്ട് അവർ 2 പേരും അവനെ കളിയാക്കി. ഒരു മയത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഓടേണ്ടി വരുമോ? ഡാ, അതൊക്കെ ഒരു കഴിവാണ് മോനെ. നിന്റെ കഴിവ് കഴിയുമ്പോഴേക്കും അവൾ ഒരു പരുവം ആവുമല്ലോ. നീ പോടാ. ഒരുത്തൻ കണ്ടോ സ്വന്തം ഭാര്യയെ തന്നെ വായി നോക്കി നിൽക്കുന്നത്? സ്റ്റേജിൽ നിൽക്കുന്ന വിനെ നോക്കി അർജുൻ പറയുമ്പോൾ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയി. രാത്രി ഏറെ വൈകിയതുകൊണ്ട് അമ്പാടിയെയും തുമ്പയെയും അച്ഛനും അമ്മക്കൊപ്പം അർജുൻ പറഞ്ഞു വിട്ടു. പിന്നെ അവിടെ സുഹൃത്തുക്കളോട് അവരും ഭാര്യമാരും മാത്രം. പെണ്ണുങ്ങൾ എല്ലാം ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ അർജുനും ഫ്രണ്ട്സും മറു സൈഡിലായിരുന്നു. വിനു, നിനക്ക് ടെൻഷൻ ഉണ്ടോടാ? എനിക്കോ? ഒന്ന് പോയടാ. അല്ലടാ, നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പം ഒന്നുമല്ല. നമ്മൾ 3 പേരുടെയും അനുഭവം കൊണ്ട് പറയുക. വിനു അവരെ 3 പേരെയും മാറി മാറി നോക്കി. പിന്നെ എഴുന്നേറ്റു. നീ എവിടെ പോവാ? അത് പിന്നെ ഒരു ധൈര്യത്തിന് 2 എണ്ണം. അവർ യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അർജുൻ ഗായത്രി അടുത്ത് ചെന്നു. അവനെ കണ്ടവൾ പതിയെ എഴുന്നേറ്റു. അവളെ എഴുന്നേൽക്കാൻ സഹായിക്കുന്ന അർജുനെ നോക്കി ചിരിച്ചു എല്ലാവരും. ഗായത്രി തൻ്റെ വീർത്ത വയർ താങ്ങി എഴുന്നേറ്റ് നിന്നു. അജു, നീ നഴ്സറി തുടങ്ങിക്കോ. അതാവുമ്പോൾ പുറത്തുനിന്നും കുട്ടികൾ വേണ്ടല്ലോ. പോടാ, ഇതൊക്കെ ദൈവം തരുന്നതല്ലേ. അങ്ങനെ ദൈവത്തെ മാത്രം കുറ്റം പറയല്ലേ. നിന്റെ പങ്കാണ് വലുത്. അവരുടെ കൈ പിടിച്ച് അവരുടെ യാത്ര പറഞ്ഞു അർജുൻ കാറിൽ കയറി. അവൻ്റെ തോളിൽ കാലവെച്ച് കിടന്നു ഗായത്രി. അവൻ്റെ കൈകൾ അവളുടെ കൈകളുമായി കോർത്തു. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോടി? എന്തിനാ? അല്ല, പെട്ടെന്ന് തന്നെ വീണ്ടും ഗർഭിണിയാക്കിയത്. അതൊക്കെ ദൈവം തരുന്നതല്ലേ. ദൈവം തരുന്നതല്ലേ ഏട്ടാ. നമ്മൾ കൈനീട്ടി വാങ്ങുക, അത്ര തന്നെ. അപ്പോൾ എന്നാ ഇത് കഴിഞ്ഞെടുത്തത് കൈനീട്ടി വാങ്ങുമ്പോഴും നീ ഇത് തന്നെ പറയണേ? ഗായത്രി അവനെ രൂക്ഷമായി നോക്കി. അവൻ്റെ കയ്യിൽ നുള്ളി. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ടു. അവരുടെ സന്തോഷം നിറഞ്ഞ യാത്ര തുടരുന്നു. സങ്കടങ്ങളുടെ കാർമേഘം ഇല്ലാതെ തെളിഞ്ഞ യാത്ര അവസാനിച്ചു എന്ന് പറയുന്നില്ല. അവർ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ. അമ്പാടിക്കും തുമ്പി മോൾക്കും ഒരു അനിയനും അനിയത്തിയും ആയൊക്കെയായി അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവരുടെ പ്രണയവും സ്നേഹവും എന്നും നിലനിൽക്കട്ടെ.